സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കയ്യിൽ നിന്ന് വരെ മൊമെന്റ് വാങ്ങിച്ച ഒരാള്. അതിൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന 3 പേർക്കായിരുന്നു സച്ചിൻ്റെ ഗിഫ്റ്റ് കിട്ടുന്നത്. അന്നും എയർപോർട്ട് തന്നെ ഓടിയത്. മാരത്തോണിന് ഓടിയിട്ട് ഷൂ ഉണ്ടായിരുന്നില്ല. ഒരു ഷൂ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാരത്തോണിന് ആള് പങ്കെടുത്തത് പോലും. അങ്ങനെയാണ് ആൾ ഓടി ആ ഒരു പ്രൈസ് കിട്ടിയത്. വാങ്ങാനുള്ള സാമ്പത്തികം ഉണ്ടായില്ല. അത് നല്ല ഷൂ എന്ന് പറയുമ്പോ കുറച്ച് റേറ്റ് ആവും. അതുകൊണ്ട് വാങ്ങാണ്ടിരുന്ന. ആ വീഡിയോ ചെയ്ത ആൾ എങ്ങനെയായിരുന്നു ശ്രദ്ധിച്ചത്? ചേട്ടനെ നേരത്തെ അറിയുന്ന ആളായിരുന്നു? അല്ല, അറിയുന്ന ആളല്ല. ആ മത്സരം ആളെ കവർ ചെയ്യാൻ വന്നിട്ടുണ്ടായേ. അപ്പൊ ആള് പറഞ്ഞു വെറുതെ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് ഷൂ കിട്ടിയായില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് ആൾ എടുത്തത്. അതിനുശേഷം ഞങ്ങളുടെ അവിടുത്തെ ക്ലബ്ബ് ആ വീഡിയോ വരലതിന് ശേഷം ക്ലബ്ബിൽ നിന്ന് ഒരു ഷൂ മേടിച്ചു തന്നു. ആ ഷൂട്ടാണ് ഇപ്പോഴും മാരത്തോൺ മത്സരിക്കുന്നത്. രതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ഞങ്ങളുടെ ക്ലബ്ബിൽ തന്നെയുള്ള ആളാണ് എനിക്ക് ഫസ്റ്റ് ഷൂ തന്നത്. അതായത് ഈ മാരത്തോൺ വൈറലാവണ വീഡിയോക്കാൾ മുന്നേ ആളൊരു ഷൂ തന്നിട്ടുണ്ടായി. 3000 രൂപ ഷൂ ആളാണ് മേടിച്ചു തന്നത്. ഷൂ ഇടാതെ ഓടുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തായാലും ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ അത് കൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എങ്ങനെയാ? ഷൂ ഇടാണ്ട് ഓടുമ്പോ ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും കാലുമ്പോൾ തൊലിയൊക്കെ പോയി കൊടുക്കും. ഒന്നാമത് റോഡും വളരെ മോശമായിരിക്കും. അപ്പൊ എന്തായാലും കാലും വരെ പോയിട്ടുണ്ടാവാറുണ്ട്. പിന്നെ ഈ വില കുറഞ്ഞ ഷൂ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതിലും ഷൂ ഇടാണ്ട് ഓടുന്നത് ഇതിനും തണ്ടലിനും പ്രശ്നം വരാൻ പാടാ, ഭയങ്കര ബുദ്ധിമുട്ടാ. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കയ്യിൽ നിന്ന് വരെ മൊമെന്റ് വാങ്ങിച്ച ഒരാള് എൻ്റെ കൂടെ ഉണ്ട്. മാരത്തോണിനാണ് ആൾക്ക് പ്രൈസ് കിട്ടിയിരുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആളുടെ വീഡിയോ. മാരത്തോണിന് ഓടിയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു വീഡിയോ. ആൾക്ക് ഷൂ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആൾ ഓടി ആ ഒരു പ്രൈസ് കിട്ടിയത്. ആ ഒരു ഷൂ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാരത്തോണിന് ആൾ പങ്കെടുത്തത് പോലും. നമുക്ക് ആളെ പരിചയപ്പെടാം. വിഷ്ണു ചേട്ടാ, നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു മൂവി വേൾഡ്. ചേട്ടാ, ആ ഒരു മൊമെന്റ് ഓർമ്മയുണ്ടായിരുന്നു? ആളുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൈസ് കിട്ടിയ ആ ഒരു മൊമെന്റ്? ഓർമ്മയുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആയിരുന്നു. അന്നും എയർപോർട്ട് തന്നെ ഓടിയത്. 21 കിലോമീറ്ററിന്റെ റണ്ണായിരുന്നു. അതിൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന 3 പേർക്കായിരുന്നു സച്ചിൻ്റെ ഗിഫ്റ്റ് കിട്ടുന്നത്. ക്യാഷ് പ്രൈസ് ഒന്നും ഉണ്ടായില്ല. അത് സ്പൈസ് കോസ്റ്റ് മാരത്തോൺ നടന്നു, കൊച്ചിയിൽ നടന്നത്. അപ്പൊ അതിനാണ് അതിനുള്ള അവസരം കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഇല്ല, സംസാരിക്കാനോ അങ്ങനെ അവസരം കിട്ടിയില്ല. സ്റ്റേജിൽ കയറി ഉടനെ സമ്മാനം വാങ്ങിയതിനു ശേഷം പോരലായിരുന്നു. അത്രയും സെക്യൂരിറ്റി അങ്ങനെ കാര്യങ്ങളുള്ളതുകൊണ്ട് സ്റ്റേജിൽ അധികം നേരം നിർത്തിയിരുന്നില്ല. സമ്മാനം വാങ്ങിയ ഉടനെ തിരിച്ചു പോരുന്ന പരിപാടിയായിരുന്നു. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ആരാധിക്കുന്ന ഒരാളാണ്. ആളുടെ കയ്യിൽ നിന്ന് പ്രൈസ് കിട്ടുക പറയുമ്പോഴത്തേനും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്താ പറഞ്ഞത്? അതിനുശേഷമാണ് ഇവിടെ വീട്ടുകാരും നാട്ടുകാരൊക്കെ ഒന്ന് അറിഞ്ഞു തുടങ്ങിയത്. അതുവരെ ഓടാൻ പോകുമ്പോ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക്. അപ്പൊ അതിനുശേഷം നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ഓടാൻ പോകേണ്ട കാര്യത്തിനൊക്കെ എല്ലാവരും നല്ല സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മാരത്തോണുകള് പങ്കെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അങ്ങനെ ചെയ്യലില്ലല്ലോ. ഈ കറക്റ്റ് ആയിട്ട് അതൊക്കെ എവിടെയാണ് എന്താണ് എന്നൊക്കെ കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് അത് പോവുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് നേരത്തെ മുതലേ ഇഷ്ടമായിട്ട് ചെയ്യുന്നായിരുന്നു? ആരെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു? പണ്ട് 5 കിലോമീറ്ററിന്റെ റണ്ണൊക്കെ പങ്കെടുത്തിരുന്നു. പക്ഷെ മാരത്തോണിലേക്ക് പോയിരുന്നില്ല. പിന്നെ കഴിഞ്ഞ കൊല്ലം സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങിയത്. അപ്പോ അങ്ങനെ ഒരു ഓൺലൈൻ ഇതിൽ കണ്ടിട്ടാണ് ചേർന്നത്. ഇപ്പൊ അതിനുശേഷം പിന്നെ ഗ്രൂപ്പുകളുണ്ട്. മാരത്തോണിന്റെ ഓൾ കേരള മാരത്തോൺ ഗ്രൂപ്പ്, അങ്ങനെ പറഞ്ഞിട്ട് ലോങ് റൈസേഴ്സ് കേരള, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ആഡായി. അതിനുശേഷം അതിലെല്ലാം മാരത്തോണെ കുറിച്ച് വരും. അപ്പൊ അത് കണ്ടിട്ടാണ് ഇപ്പൊ കൂടുതൽ പോകുന്നത്. ഇതിനു മുമ്പ് ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നല്ലോ, ചേർത്തലയിൽ വെച്ച് നടന്നിട്ടുള്ള ആ മാരത്തോണിന്റെ വീഡിയോ. അപ്പോൾ അതാണ് എല്ലാവർക്കും ആ ഒരു ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് അത്രയും ദൂരം ചെരുപ്പില്ലാണ്ട് മാരത്തോണിന് പങ്കെടുക്കുകയും, ചെരുപ്പില്ലാണ്ട് പങ്കെടുക്കുന്നവരുണ്ട്, പക്ഷേ ആ ഒരു മാരത്തോണിന് പങ്കെടുത്തിട്ടുള്ള ആ ഒരു പ്രൈസ് കൊണ്ടിട്ട് വേണം ആ ഒരു ഷൂ മേടിക്കാൻ എന്നുള്ള രീതിയിൽ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായത്. ആ ഒരു പറയാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് തന്നെയായിരുന്നു, അതിനുവേണ്ടി തന്നെയായിരുന്നു, ഷൂ മേടിക്കാൻ വേണ്ടി തന്നെയായിരുന്നു? അതെ, മാരത്തോൺ ഷൂസിന് കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതിന് മുന്നേ എൻ്റെ ഉണ്ടായിരുന്നു, ഷൂ ഉണ്ടായിരുന്നു. സാധാ ഒരു 3000 രൂപ ഷൂ ആയിരുന്നു. അത് പൊളിഞ്ഞതിന് ശേഷമാണ് ആ മാരത്തോൺ പോണത്. പിന്നെ ആ സമയത്ത് പണി കുറച്ച് കുറവായിരുന്നു. അപ്പൊ ഷൂ അങ്ങനെ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഇത് അത് വിൻ ചെയ്താൽ കുറച്ച് പൈസ കിട്ടും, അതിന്റെ കൂടെ എക്സ്ട്രാ എടുത്തിട്ട് വാങ്ങാന്നാണ് വിചാരിച്ചിരുന്നത്. നല്ലൊരു മാരത്തോൺ ഷൂ എന്ന് പറയുമ്പോൾ 12,000 മുകളിൽ വരും. അപ്പൊ ഈ പണിക്ക് പോയിട്ട് മൊത്തമായിട്ട് വാങ്ങാനുള്ള കാര്യം ആ സമയത്ത് പറ്റുമായിരുന്നില്ല. അപ്പൊ എന്തെങ്കിലും പ്രൈസ് കിട്ടിയാൽ വാങ്ങാന്നുള്ള മൈൻഡായിരുന്നു. എങ്ങനെ ഈ അവിടെയൊക്കെ മാരത്തോൺ നടക്കുമ്പോഴേക്കും ഇവിടുന്ന് എന്തൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാറുണ്ട്? അവിടെ തലേ ദിവസം പോവോ അതോ അന്ന് പോയിട്ട് മാരത്തോൺ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണോ ചെയ്യുന്നത്? ചില മാരത്തോൺ മാത്രമേ അക്കോമഡേഷൻ ഉണ്ടാവുള്ളൂ. അല്ലാത്ത മാരത്തോണൊക്കെ നമ്മൾ തലേ ദിവസം പോയിട്ട് അവിടെ റൂം എടുക്കുക. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ റൂം എടുക്കാറില്ല. റൂം എടുത്താൽ ഒരു നല്ല 10-800 രൂപ കാരണം
തലേദിവസം പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കും. രാത്രി അവിടെ ഇരുന്നതിന് ശേഷം പുലർച്ചെ ആകുമ്പോൾ ഒന്നല്ലെങ്കിൽ കുറച്ച് ദൂരമുള്ള വെച്ചാൽ നടക്കും, അല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോവാറ്. ആ സ്പോട്ടിലേക്ക് പോകും. ഈ മാരത്തോണിന് വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാറുണ്ട്? ചേട്ടൻ എന്താ ചെയ്യണേ? എനിക്ക് കൽപ്പനയാണ്. കൂടുതൽ ഒന്നും പ്രിപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഈ വർക്ക് കാരണം ഭയങ്കര ഹാർഡാവും. ഈ കൽപ്പനയായ കാരണം അതിന്റെ ബുദ്ധിമുട്ടും പിന്നെ വയർ ക്ഷീണാവും. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ഒരുവിധം ഇതാവും. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം ഫുഡുകളെ കഴിക്കുള്ളൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഫുഡ് ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണമൊന്നുമില്ല. അത്യാവശ്യം ചെറുതായിട്ട് ഫ്രൂട്ട്സ്, നേന്ത്രപ്പഴം അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കഴിക്കണുള്ളൂ. ബാക്കിയൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായപ്പോഴേക്കും അതിന്റെ താഴെ വന്ന കമന്റ്സുകളും ഒക്കെ നോക്കാറുണ്ടായിരുന്നു? ഉണ്ടായി. അപ്പൊ ഒരുപാട് പേരും സഹായം ഉണ്ടായിരുന്നു. ഒരു മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീട്ടിലത്തെ ചേട്ടൻ രതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ഞങ്ങളുടെ ക്ലബിലുള്ള ആളാണ് എനിക്ക് ഫസ്റ്റ് ഷൂ തന്നത്. അതായത് ഈ മാരത്തോൺ വൈറലാവണ വീഡിയോക്കാളും മുന്നേ ആളൊരു ഷൂ തന്നിട്ടുണ്ടായി. 3000 ഷൂ ആളാണ് മേടിച്ചു തന്നത്. ആ ഷൂ പൊളിഞ്ഞതിന് ശേഷമാണ് ആ മാരത്തോൺ പോകുന്നത്. അതിന് ശേഷം ഞങ്ങളുടെ അവിടുത്തെ ക്ലബ്ബ് ആ വീഡിയോ വൈറലായതിനു ശേഷം ക്ലബ്ബിൽ നിന്ന് ഒരു ഷൂ മേടിച്ചു തന്നു. ആ ഷൂ ഇട്ടാണ് ഇപ്പോഴും മാരത്തോൺ മത്സരിക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള മാരത്തോൺസ് ഏതൊക്കെയാ? 42 കിലോമീറ്ററിന്റെ മാരത്തോണാണ് ശരിക്കും മാരത്തോൺ എന്ന് പറയുന്നത്. അതിനാണ് അത് 1-2 വട്ടം ഓടിയിട്ടുള്ളൂ. കൂടുതലും പങ്കെടുക്കുന്നത് ഹാഫ് മാരത്തോണാ, 21 കിലോമീറ്ററിന്റെ. പക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് 10 കിലോമീറ്ററിന്റെ മാരത്തോണാണ്. 10 കിലോമീറ്റർ ശരിക്കും മാരത്തോൺ എന്ന് പറയില്ല, എന്നാലും ജസ്റ്റ് പറയുന്നുള്ളൂ മാരത്തോൺ. ശരിക്കും 42 കിലോമീറ്റർ ഉണ്ട്. കേരളത്തിൽ കൂടുതൽ 21 കിലോമീറ്റർ നടക്കുന്നത്. ഏതിനായിരുന്നു സച്ചിൻ പ്രൈസ് തന്നിട്ടുള്ളത്? അത് കൊച്ചി സ്പൈസ് കോസ്റ്റ് ഫെഡറൽ ബാങ്കിന്റെ. അത് എത്ര കിലോമീറ്റർ ആയിരുന്നു? അത് 21 കിലോമീറ്റർ ആയിരുന്നു. 42 കിലോമീറ്ററും 21 കിലോമീറ്ററും പിന്നെ 8 കിലോമീറ്റർ ഫൺ റൺ നടന്നു. ഇനി ഏതെങ്കിലും മാരത്തോൺസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ അടുത്ത ആഴ്ച ചെറായി മാരത്തോൺ ഉണ്ടായി. പക്ഷെ ഞാൻ രജിസ്റ്റർ ഉണ്ടായിട്ട്, പക്ഷെ കാലിന് ചെറിയ പ്രശ്നം വന്നതിന് ശേഷം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് റെസ്റ്റ് ഇല്ല. അതുകൊണ്ട് അത് ഓടുന്നില്ല. ഇനി ഈ ഏപ്രിൽ ലാസ്റ്റ് തൊട്ട് പങ്കെടുക്കണുള്ളൂ. ഈ ചെരുപ്പിടാതെ ഓടിയിട്ട് അല്ലെങ്കിൽ ഷൂ ഇടാതെ ഓടുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തായാലും ഫീൽ ചെയ്യുമല്ലോ. അപ്പോ അത് കൊണ്ടുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? അത് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഷൂ ഇടാണ്ട് ഓടുമ്പോ ഒരു 3-4 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും കാലുമ്മലത്തെ തൊലിയൊക്കെ പോയി തുടങ്ങും. പിന്നെ അങ്ങോട്ട് ഒന്നാമത് റോഡും വളരെ മോശമായിരിക്കും. അപ്പൊ എന്തായാലും കാലിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പിന്നെ ഈ വില കുറഞ്ഞ ഷൂ ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതിലും ഷൂ ഇടാണ്ട് ഓടുന്നതാ. മറ്റേ പൊട്ട ഷൂ ഇടുമ്പോ പുഷനിങ് ഉണ്ടാവില്ലേ, കുഷനിങ്. അപ്പൊ മുട്ടിനും തണ്ടലിനും പ്രശ്നം വരാൻ പാടാ, ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ വില കൂടിയ കാർബൺ പ്ലേറ്റ് ഉള്ള ഷൂസ് ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മ സാധാ ഓടുന്നേക്കാളും ഒരുപാട് ദൂരം മുന്നിൽ പോകാൻ പറ്റും. കുറച്ചുകൂടി സേഫ് നല്ല സേഫ് ആയിരിക്കും. അപ്പോ ഈ ഷൂസ് മേടിച്ചിട്ട് ഏതെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? ഉണ്ട്. അതിനുശേഷം IMACയുടെ കൊച്ചി മാരത്തോണും പാലക്കാട് ഒരു മാരത്തോണും പിന്നെ ഈ ചോറ്റാനിക്കര ഒരു റൈസ് ആൻഡ് റൺ എന്ന് പറഞ്ഞൊരു മാരത്തോണും പങ്കെടുത്തിരുന്നു. എന്തുകൊണ്ട് ഈ മാരത്തോൺസ് മാത്രം തിരഞ്ഞെടുക്കണേ? ഈ എന്താ പറയാ, ഓട്ടവും അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ടാ മാരത്തോൺ മാത്രം തിരഞ്ഞെടുക്കണേ? ഫുട്ബോൾ ആദ്യം കളിച്ചിരുന്നു, പക്ഷെ വലിയ ഇതിൽ കളിച്ചിരുന്നില്ല. പിന്നെ നമുക്ക് ക്രൈസ് എന്ന് പറയുന്നത് ഓട്ടത്തോടായിരുന്നു കുറച്ച് ഇഷ്ടം. അത് ഓടി തുടങ്ങിയ ഒരു ലഹരി പോലെയാണ്. പിന്നെ നിർത്താനൊന്നുമില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോ പിന്നെ അതന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. ഈ നേരത്തെ വീഡിയോ വൈറലായല്ലോ, അപ്പൊ അത് കണ്ടപ്പോ ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ എന്റെ വീഡിയോ വരണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അത് എന്താ പറയാ, അത് നമ്മളെ ഭയങ്കര കുറച്ച് കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായി. അതായത് പൈസ ഇല്ലാത്ത ഒരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോ കുഴപ്പമില്ല, അത് എന്തായി. പിന്നെ അതുകൊണ്ട് കുറച്ച് ഗുണമുണ്ടായി. കുറച്ച് ഒരു ഷൂ കിട്ടി, അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ടായി. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ സപ്പോർട്ടീവ് ആണോ? ഇപ്പൊ നല്ല സപ്പോർട്ടിങ്ങാ. ആദ്യം ആരും ഒന്നും സപ്പോർട്ടിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിന് ശേഷമാണ് സപ്പോർട്ടിങ് തുടങ്ങിയത്. ആകെ പിന്നെ അറിഞ്ഞിട്ട് ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, രതീഷ് ചേട്ടൻ, ആളാണ് മെയിൻ ആയിട്ട് ഒന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഒരു മധുസാറുണ്ട് അവിടെ പോലീസിലാണ്. ആളും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു പണ്ട് തൊട്ട്. പിന്നെ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഈ പണിക്കൊക്കെ പോകുമ്പോ ഈ മാരത്തോണും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ അത് മാനേജ് ചെയ്യണം? എങ്ങനെയാ രണ്ടും കൂടെ എങ്ങനെ കൊണ്ടുപോകുന്നത്? അത് ഭയങ്കര പാടാണ്. ഇപ്പൊ രാവിലെ ഞാൻ പുലർച്ചെ എനിക്ക് ഒരു 4 മണിയാകുമ്പോ എനിട്ടിട്ട് വർക്കൗട്ടിന് പോവാ.
ഇവിടെ ഒരു അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടേക്കാണ് പോവാ. അതിന് ശേഷം വന്ന് കുളിച്ച് റെഡി ആയിട്ടാണ് ഒരു 7:30-8 മണിയോട് കൂടി പണിക്ക് പോകും. അത് വന്ന് അതും ഈ സിമെന്റ് കല്ല് കൊടുക്കണ പണിയാണ് മെയിൻ ആയിട്ട്. അപ്പൊ അത് വന്ന് കഴിഞ്ഞ് വരുമ്പോ തന്നെ ഭയങ്കര ക്ഷീണാവും. അത് കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞ് കിടന്ന് അപ്പഴേക്കും ഉറക്കം വരും, ഒരുവിധം ക്ഷീണാവും. പിന്നെ വീണ്ടും റിപ്പീറ്റ് തന്നെ. ഈ മാരത്തോൺസ് ഓരോന്ന് വരുമ്പോഴേക്കും അത് ആദ്യം പ്രയോറിറ്റി വെച്ചിട്ട് പണി മാറ്റി വെക്കാറുണ്ടോ? ഇപ്പൊ മാറ്റി വെക്കാറുണ്ട്, ആദ്യമൊന്നും മാറ്റി വെക്കാറില്ല. ഫസ്റ്റ് പോയപ്പോ അത്ര അധികം ഓടാൻ പറ്റിയിരുന്നില്ല മര്യാദക്ക്. പിന്നെ പ്രാക്ടീസ് കൂട്ടിയപ്പോ ഇടയ്ക്കൊക്കെ വിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോ പിന്നെ ഇപ്പൊ പണി ഉണ്ടെങ്കിലും മാരത്തോൺ വന്നാൽ ഞാൻ ലീവ് എടുത്ത് പോവാറാ ചെയ്യാ. ഇപ്പൊ മാരത്തോൺസ് വരുമ്പോഴേക്കും എത്ര നേരം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാറുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രിപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് എത്ര നേരം പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഒരു ദിവസം? ഒരു ദിവസം ഞാൻ 4:30 പോയി ഒരു 6 മണി വരെ പ്രാക്ടീസ് ചെയ്യും. ഒരു 1.5 മണിക്കൂറിന്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം റെസ്റ്റ് എടുക്കും. അതിന്റെ ഭാഗമായിട്ട് ഫുഡ് എന്തെങ്കിലും കൺട്രോൾ ചെയ്ത് തുടങ്ങാറുണ്ടോ? ഡെയിലി കഴിക്കുന്നതല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ടോ? ഇല്ല, അതിനുള്ള അങ്ങനെ ചെയ്യാറില്ല ഇപ്പൊ. സാധാരണ മറ്റേ നല്ല മാരത്തോൺ ഓടണ മിക്കവരും പ്രോട്ടീൻ പൗഡർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുക്കാറുണ്ട്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മാസത്തിൽ ഒരു 5,000 വരെ അടുത്ത് വരും. ഫിഷ് ഓയിൽ അങ്ങനെ കൊണ്ട് കുറച്ച് സപ്ലിമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യും. അതിന് കുറച്ചുകൂടി എനർജിയും അല്ലെങ്കിൽ സ്റ്റാമിനയൊക്കെ ആവശ്യമാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഫുഡ് സപ്ലിമെന്റ്സ് മാത്രമേ ഉള്ളൂ, അത് എന്തെങ്കിലും എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? എക്സ്ട്രാ എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളോ ഒക്കെ എടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പൊ ഇത് പറഞ്ഞ പോലെ? അങ്ങനെ സപ്ലിമെന്റ്സ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ ഫുഡൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ചേട്ടൻ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറോ ചെയ്യാറുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കാറ്, വേറെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇപ്പൊ വീട്ടുകാരൊക്കെ എന്താ പറയണേ, ഇനിയുള്ള മാരത്തോൺസിനൊക്കെ പോകുമ്പോ എങ്ങനെ നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരൊക്കെ ഫുൾ സപ്പോർട്ടാണല്ലേ? അവര് കുഴപ്പമില്ല. നേരത്തെ ആ ഒരു സപ്പോർട്ട് കുറവായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടി അതെ, ആ വീഡിയോക്ക് ശേഷം നല്ല സപ്പോർട്ടാണ്. അതിന് മുന്നേ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആ വീഡിയോ ചെയ്ത ആൾ എങ്ങനെയായിരുന്നു ശ്രദ്ധിച്ചത് ചേട്ടനെ? നേരത്തെ അറിയുന്ന ആളായിരുന്നു? അല്ല, അറിയുന്ന ആളല്ല. ആ മത്സരം ആളെ കവർ ചെയ്യാൻ വന്നിട്ടുണ്ടായേ. അപ്പൊ അത് കഴിഞ്ഞ് പോവാൻ നേരത്താണ് ആളെ കണ്ടത്. അപ്പൊ ആള് പറഞ്ഞു വെറുതെ വീഡിയോ എടുക്കാൻ നിനക്ക് ഷൂ കിട്ടിയായില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് ആളെടുത്തത്. അതിന്റെ ഭാരവാഹികളോ ആരെങ്കിലും അത് ആ ഒരു വീഡിയോക്ക് ശേഷം ചേട്ടനടുത്ത് വന്ന് സംസാരിച്ചിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിളിക്കോ, അങ്ങനെ എന്തെങ്കിലും? അതിന് ശേഷം കോണ്ടാക്ട് ചെയ്തിരുന്നു അവര്. അത് ഫസ്റ്റ് പ്രൈസ് അല്ലായിരുന്നു? അത് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. ഓക്കെ. ഇനി എന്തൊക്കെയാണ് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ സ്പോർട്സിൽ തന്നെ? ഇനി കൂടുതൽ ഇമ്പ്രൂവ് ആക്കണം എന്നാണ് ആഗ്രഹം. 21 കിലോമീറ്ററിന്റെ മാരത്തോൺ നന്നായി ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ ജിമ്മിലൊക്കെ പോകുമ്പോ കുറച്ചുകൂടി വർക്ക്ഔട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോ കുറച്ചുകൂടി ആ ഒരു പ്രാക്ടീസ് കുറച്ചുകൂടി ബെറ്റർ ആവും. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ നമ്മുടെ ലെഗിനും ഇതിനും എല്ലാത്തിനും നല്ലതാണ്. സ്ട്രെങ്ത് ചെയ്താൽ ഒന്നുകൂടിയും ഇമ്പ്രൂവ് ആവും. പക്ഷെ അതിന് പോകാനുള്ള സമയം കിട്ടാറില്ല. അതുകൂടി ആകുമ്പോ ഭയങ്കര ഓവർ ട്രെയിനിങ് ആവും. ശരിക്കും പറഞ്ഞാൽ ഈ അല്ലാണ്ടുള്ള മെയ്വഴക്കുള്ള പണികളൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം എന്താ പറയാ, അതിനുള്ള ഒരു ഈ ജിമ്മിൽ കാട്ടിലൊന്നല്ല, ജിമ്മിൽ ചെയ്യുന്നത് പോലെയൊക്കെ ഒരു വർക്ക്ഔട്ടും കാര്യങ്ങളും കിട്ടുന്നാണ് പറയാ. അത് ചേട്ടൻ എങ്ങനെ ഫീൽ? ശരിയാ, കുറച്ചൊക്കെ കിട്ടും. പക്ഷെ ഇത് ഭയങ്കര ഫുൾ ടൈം വർക്ക് ആകുമ്പോ നമുക്ക് ബോഡി റിക്കവറിങ് കിട്ടില്ല. അപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ കുറഞ്ഞു വരാം നമ്മുടെ പെർഫോമൻസ്. ഇത് ജിമ്മിലൊക്കെ പോകുമ്പോ ആകെ 1-2 മണിക്കൂറല്ല, അത് കഴിഞ്ഞാൽ ഫുള്ള് റെസ്റ്റ്. ഈ പണിയാകുമ്പോ കാലത്തോട്ട് വൈകുന്നേരം വരെ പണിയായിട്ട് റെസ്റ്റിംഗ് ഇല്ല. പിന്നെ മുട്ടിനൊക്കെ എപ്പോഴും നിക്കണ കാരണം മുട്ടിന് ഇഞ്ചുറി വരാൻ കൂടുതൽ ഇതുണ്ട്. അതുപോലെ തണ്ടലിനും ഇഞ്ചുറി വരാൻ സാധ്യത കൂടുതലാണ്. റെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഉറക്കം ഇങ്ങനെ മാരത്തോൺസിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാരത്തോൺസിന് മാത്രമല്ല, ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഉറക്കം പ്രോപ്പർ ആയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്റെ വ്യൂ എന്താ അതിനകത്ത്? അത് ശരിയാണ്. നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. എത്ര പ്രാക്ടീസ് ചെയ്താലും റെസ്റ്റ് ഇല്ലെങ്കിൽ റിക്കവറി നടന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ പെർഫോമൻസ് മുമ്പോട്ട് പോയില്ല, കേറില്ല. അപ്പൊ ഞാൻ ഇപ്പോ ഒരു 9 മണിയാകുമ്പോഴേക്കും കിടക്കും. ഫുഡൊക്കെ നേരത്തെ കഴിക്കും. ഒരു 7 മണിയോട് കൂടി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 9 മണിയാകുമ്പോ കിടന്നു. രാവിലെ ഇപ്പൊ എത്ര മണിക്ക് എഴുന്നേൽക്കും? 4:15 ആകുമ്പോ എനിക്ക് എന്നിട്ട് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യും. ഫുഡൊക്കെ എങ്ങനെയാ ആ ഒരു സമയത്ത്? അതൊക്കെ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണോ കഴിക്കുക? ഫുഡ് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് 3 ഈന്തപ്പഴം കഴിക്കും. അതിന് ശേഷം പോവാ. പിന്നെ വന്നു കഴിഞ്ഞിട്ട് സാധാരണ പോലെ തന്നെ, വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും കഴിക്കണമെന്നില്ല. ഓക്കെ. അപ്പോ എല്ലാവിധ ആശംസകളും. അടിപൊളിയായിട്ട് പോട്ടെ.